ആദ്യമായി ഒരു ഡിസ്ക്ലെയിമറാണ്. ഈ പറയുന്നതിൽ അശേഷം സ്ത്രീവിരുദ്ധതയില്ല. കാണുന്നതിലെ സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രം വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണും. ഒരു ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് സ്കൂട്ടറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ള സമീപനം നമ്മുടെ പല സ്കൂട്ടർ യാത്രക്കാരികൾക്കുമുണ്ട് എന്ന് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ പലർക്കും പൈലറ്റ് ലൈസൻസ് ഉണ്ടോ എന്നും തോന്നാൻ സാധ്യതയുണ്ട്. കാരണം റോഡ് ഇവർക്ക് റൺവേ ആണ്. റോഡിന്റെ നടുക്കൂടെ മാത്രമേ ഇവർ വാഹനം ഓടിക്കാറുള്ളൂ. ഫ്ലൈറ്റിന്റെ വീലുകൾ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന പോലെയുള്ള കാലുകൾ. ഇവരിൽ പലർക്കും ഹെവി ലൈസൻസ് ഉണ്ടോ എന്നും നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ലോറി തിരിയുന്ന സ്ഥലം വേണം ഇവർക്കൊരു വളവ് തിരിയാൻ. ഇനി മുന്നിലെ കുഴിയിൽ ചാടി വീണാലും പുറകിൽ വരുന്ന യാത്രക്കാർക്ക് അടിയും തെറിയും ഉറപ്പുമാണ്. ഇത്രയും പറഞ്ഞത് ഏതെങ്കിലും ഒരു പക്ഷത്തെ അവഹേളിക്കാനല്ല. കഴിഞ്ഞ ഒരു വർഷം ഇരുചക്ര വാഹന അപകടത്തിൽ കേരളത്തിൽ പൊലിഞ്ഞത് 1470 വിലപ്പെട്ട ജീവനുകളാണ്. ഇതിൽ നിലവിലെ 3 ജെൻഡറുകളുമുണ്ട്. സ്കൂട്ടർ യാത്രക്കാർക്കും റോഡ് പൊസിഷനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. സുരക്ഷയുടെ ആദ്യ പാഠം എന്ന് പറയുന്നത് റോഡ് മാർജിനിൽ നിന്നും മതിയായ അകലം പാലിച്ച് ഇടതുവശം ചേർന്ന് യാത്ര ചെയ്തു പോവുകയാണ്. വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല, ബാലൻസിങ് എല്ലാ കാര്യത്തിലും അത്യാവശ്യവുമാണ്. ക്രോസ് റോഡുകൾ, അതായത് 3ഉം 4ഉം റോഡുകൾ ചേരുന്ന സ്ഥലത്ത് കണ്ണുമടച്ച് ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് സ്കൂട്ടർ ഓടിക്കുന്ന സ്കൂട്ടർ യാത്രക്കാരികളെ നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. അതുകൊണ്ട് കയറ്റത്തിലും ഇറക്കത്തിലും വാഹനം നിർത്താനും ഓടിക്കാനും പഠിച്ചതിന് ശേഷം മാത്രം ദയവ് ചെയ്ത് വാഹനം നിരത്തിൽ ഓടിക്കുക. ഇത്രയും പറഞ്ഞപ്പോൾ ഇന്ന് ഏതെങ്കിലും സ്കൂട്ടർ യാത്രക്കാരികൾ എന്നെ ചീത്ത വിളിച്ചു എന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രം.